വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മാർക്കോസ് സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിൽ ഉപവാസത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് യേശു പറയുന്നു, വരൻ കൂടെയുണ്ടെങ്കിൽ ഉപവാസം വേണ്ട. പുതിയ വീഞ്ഞ് പുതിയ തോർക്കുടങ്ങളിൽ വേണം. യേശുവിന്റെ പുതിയ നിയമം പഴയ രീതികളിൽ ഒതുങ്ങുന്നില്ല എന്ന സന്ദേശമാണ് ഇവിടെ കാണുന്നത്. ശാബത്ത് ദിനത്തെക്കുറിച്ചുള്ള ചോദ്യം, ശിഷ്യന്മാർ ശാബത്തിൽ ധാന്യം പറിക്കുന്നു, പരീശന്മാർ കുറ്റപ്പെടുത്തുന്നു. യേശു പറയുന്നു, ശാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശാബത്തിന് വേണ്ടിയല്ല. മനുഷ്യപുത്രൻ ശാബത്തിനും കർത്താവാണ് എന്നതാണ് ഇതിലെ സന്ദേശം. വിശുദ്ധ മാർക്കോസ് 3-ാം അധ്യായം യേശുവിന്റെ ശുശ്രൂഷ, ശിഷ്യന്മാരുടെ നിയമനം എന്നിവയെക്കുറിച്ച് പറയുന്നു. യേശു കൈ തളർന്നവനെ ശബത്തിൽ സുഖപ്പെടുത്തുന്നു. പരീശന്മാർ യേശുവിനെതിരെ ഗൂഢാലോചന തുടങ്ങുന്നു. യൂദ, യെരുസലേം, ഇദുമിയ, യോർദാൻ നദിക്കപ്പുറത്തു നിന്നുള്ളവരെല്ലാം യേശുവിനെ കാണാൻ എത്തുന്നു. യേശു പല രോഗികളെയും സുഖപ്പെടുത്തുന്നു. ഭൂതങ്ങൾ അവനെ ദൈവപുത്രൻ എന്ന് മനസ്സിലാക്കി വിളിക്കുന്നു. യേശു 12 പേരെ തന്റെ അപ്പസ്തോലന്മാരായി നിയമിക്കുന്നു. അവർക്ക് തന്റെ അടുക്കൽ ഇരിക്കാനും പ്രസംഗിക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും അധികാരം നൽകുന്നു. ചിലർ യേശുവിനെ ബെൽസെബൂബിന്റെ ശക്തിയാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് കുറ്റപ്പെടുത്തുന്നു. യേശു പറയുന്നു, അന്തഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്തഛിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ക്ഷമിക്കപ്പെടാത്ത പാപമാണെന്ന് യേശു ഓർമ്മപ്പെടുത്തുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. 3-ാം അധ്യായം 28-29 തിരുവചനങ്ങൾ. യേശുവിന്റെ അമ്മയും സഹോദരന്മാരും യേശുവിനെ കാണാൻ വരുന്നു. ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരങ്ങളും. ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. 3-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.